അങ്ങനെ നമ്മുടെ റോഡ് ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന എയർബിഎൻബി എല്ലാം ചെക്ക് ഔട്ട് ചെയ്ത് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ലിൻ ചോക്ലേറ്റ് ഫാക്ടറി സുറീക്കിലോട്ടാണ്. അവിടുന്ന് ഈവനിങ്ങോടുകൂടെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള പദ്ധതികൾ തുടങ്ങും. താമസിച്ചത് നമ്മൾ ഫ്രാൻസിലാണ്. നമ്മൾ 100 മീറ്റർ നടന്ന നമ്മൾ സ്വിറ്റ്സർലൻഡിലെത്തി. ആ കാണുന്ന ബോർഡ്, ആ പമ്പ് സ്വിറ്റ്സർലൻഡിലാണ്. ഇത് നമ്മളിപ്പോ ഇതാണ് ബേസിൽ ഉണ്ട്. ഇതാണ് ഇന്റർനാഷണൽ ബോർഡർ. ഒരു സൈഡിലുണ്ട് ജർമ്മനി, ഒരു ബോർഡർ, ഒരു ട്രയാങ്കിൾ, ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ അത് ഏത് പോയിന്റ് ആണെന്ന് അറിയില്ല. ഇവിടുത്തെ എയർപോർട്ട് ഉണ്ട് അൽക്ക. ആ എയർപോർട്ടിൽ നീ ഒരു സൈഡിൽ നടന്നാൽ എയർപോർട്ട് അകത്ത് തന്നെ നീ 3 രാജ്യത്തേക്ക് ഇറങ്ങും. 2 ബോർഡർ ക്രോസ് ചെയ്ത് നമുക്കൊരു ചെറിയ പോലീസ് ചെക്കിംഗ് ഉണ്ടായി കേട്ടോ. പക്ഷെ വളരെ പ്ലീസിംഗ് ആയിട്ടായിരുന്നു അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞാൻ ഡ്രൈ ഷാമ്പു എടുത്തില്ല. ഒരു 2 ദിവസത്തിന് കൂടുതൽ കുടിച്ചില്ലെങ്കിൽ മുടി അങ്ങോട്ട് ഒട്ടി എന്തോ പോലെയോ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ തൊപ്പി ഞാൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത 4 ദിവസത്തേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ലിൻറ്റിൻ്റെ എന്താ പറയുക, എങ്ങോട്ടൊക്കെ വിളിച്ചു നമ്പർ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ 10 മണിക്ക് കറക്റ്റ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് ടിക്കറ്റ്സ് ഉണ്ടായിരിക്കും. അവർ ഓൺലൈൻ അല്ല എല്ലാ ടിക്കറ്റ്സും സെല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ ജസ്റ്റ് കയറി വന്നതും കാണുന്നത് ഇതേ ലിൻറ്റിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാണ്. വേൾഡിലെ ലാർജസ്റ്റ് ചോക്ലേറ്റ് ഫൗണ്ടെയിൻ ആണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ ഓഡിയോ ഗൈഡ് എടുക്കുമ്പോൾ പറയുന്നൊക്കെ ഉണ്ട്. 10 മണിക്ക് തന്നെ ഇവിടെ എത്തിയോണ്ട് നമുക്ക് ടിക്കറ്റ് 4 ടിക്കറ്റ്സ് കിട്ടിയിരിക്കുകയാണ്. എത്ര ഒരു ടിക്കറ്റിന് കോസ്റ്റ്? 17 ഫ്രാങ്കാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. ഇതാണ് നമ്മുടെ ലിൻറ്റിൻ്റെ അകത്തോട്ട് കയറാനുള്ള ടിക്കറ്റ്. സമാധാനമായോ? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടി ഇവിടെ ലിൻറ്റിൻ്റെ കഫേയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. നല്ല വെയിലുണ്ട്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കാർന്ന് വന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സൺഗ്ലാസ് ഒന്നും എടുത്തില്ല. പക്ഷെ അധികം ആവശ്യം വരാൻ ചാൻസ് ഇല്ല, കാരണം നമ്മളിപ്പോൾ ഫാക്ടറിയുടെ അകത്തോട്ട് കയറുമല്ലോ. എനിക്ക് 2 ദിവസമായിട്ട് അത്ര ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കാലുവേദനയും ചെറിയ തലവേദനയും ഭയങ്കര ബോഡി പെയിനും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പനിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് മനസ്സിലായത്. നമ്മളിവിടെ 10 മണിക്ക് മുന്നേ എത്തിയില്ലേ, അതുകൊണ്ട് ഇവിടെ കെഫേ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. കൃത്യം 10 മണിക്കാണ് അവർ ഓപ്പൺ ചെയ്യുക. അതുവരെ നമ്മളിവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ്സ് നോക്കിയിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാൻ. പിന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ലിൻറ്റിൻ്റെ കസ്റ്റമർ സർവീസിക്കൊക്കെ വിളിച്ചൊരു ടിക്കറ്റ് കിട്ടുമെന്നുള്ള പരിപാടി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ കൃത്യം 10 മണിക്ക് ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ 99% നമുക്ക് ടിക്കറ്റ് കിട്ടും. 10 to 12 വരെയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ടിക്കറ്റ്സ് ആ ഒരു ടൈം ഇവിടെ സെല് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ടിക്കറ്റ്സൊക്കെ കിട്ടിയാൽ നമ്മൾ വളരെയധികം ഹാപ്പിയാണ്, കാരണം വിചാരിക്കാത്തൊരു കാര്യമാണ് ഇവിടെ നടന്നത് കേട്ടോ. പിന്നെ കഫേ ഓപ്പൺ ആയതും നമ്മളിത് 2 ഹോട്ട് ചോക്ലേറ്റും അതേപോലെ തന്നെ വേറെ കുറച്ച് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണെന്ന് കൃത്യം ഓർമ്മയില്ല. ഒരു പനീനിയൊക്കെ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഞാനൊരു ഭയങ്കര ചോക്ലേറ്റ് ലവർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ല കേട്ടോ. പക്ഷേ വൈശാഖ് സാറും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലിൻറ്റ്. ചോക്ലേറ്റ് ഇഷ്ടം എല്ലാവർക്കും ലിൻറ്റ് ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. ഒരു ടിക്കറ്റിന് വരുന്നത് 17 യൂറോ ആണ് കേട്ടോ. 17 സ്വിസ് ഫ്രാങ്കാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് ഓഡിയോ ഗൈഡും എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഏത് ലാംഗ്വേജിലാണ് നമുക്ക് കേൾക്കേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് ഈ കൂട്ടത്തിൽ അറിയുന്ന ഭാഷ ചെയ്ത് കാരണം നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ തുടക്കത്തിൽ നമ്മളെല്ലാം കേൾക്കുന്നത് എങ്ങനെയാണ് ലിൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെയാണ് അവരുടെ വെറൈറ്റീസ്, എങ്ങനെയൊക്കെയാണ് അവർ കൊക്കോ കൾട്ടിവേഷൻ ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ ക്വാളിറ്റീസ് മീറ്റ് ചെയ്ത കൊക്കോ ആണ് അവർ സെലക്ട് ചെയ്യുക ഇവരുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് അവർ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നത്. എനിക്ക് കയറി വന്നപ്പോൾ അവരുണ്ടാക്കി വെച്ച ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇവർ കൾട്ടിവേഷൻ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ ലിൻറ്റിൻ്റെ മാത്രമല്ല സ്വിസ്സിലുള്ള ചോക്ലേറ്റ്സിൻ്റെ കാര്യങ്ങളും കൂടെ അവർ പറയുന്നുണ്ട്. ഏതൊക്കെ ചോക്ലേറ്റ് ഏതൊക്കെ കൊല്ലം വന്നു. പിന്നെ ഇതാണ് വൈശാഖ് സാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലം കേട്ടോ. അതായത് ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം. ഇവരുടെ 3 ഫ്ലേവേഴ്സാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒട്ടും അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ അത്ര ചോക്ലേറ്റ് ലവർ അല്ല. പക്ഷേ ഈ ഒരു ഐറ്റം കഴിച്ചപ്പോൾ ഉണ്ടല്ലോ കിടിലമായിരുന്നു. ഞാനൊരു 3 സ്പൂണെങ്കിലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു ഫ്ലേവറിൻ്റെ. പിന്നെ ബാക്കിയെല്ലാം ജസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇവിടെ അൺലിമിറ്റഡ് ആണെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്ന് കുറേ കഴിക്കില്ലേ എന്ന്. പക്ഷെ അതൊട്ടും പോസിബിൾ അല്ല. നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ചോക്ലേറ്റ് ഒരു
ഒരു 3-4 കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാവർക്കും മാക്സിമം എനിക്ക് തോന്നുന്നു വൈശാഖ് സാറ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു 5 സ്പൂണാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ മുന്നോട്ട് വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കിടലനായിട്ട് തോന്നിയ എനിക്കൊരു കാര്യം കേട്ടോ. കാരണം അവർ ഇയേഴ്സ് അവിടെ മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ മൂവ് ചെയ്യും തോറും ഏതൊക്കെ കൊല്ലമാണ് സ്വിറ്റ്സർലാൻഡിൽ ഏതൊക്കെ ചോക്ലേറ്റ് വന്നതെന്നുള്ളത് അവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് സെൽഫി എടുക്കാനുള്ള കുറച്ച് ഫൺ പരിപാടികളൊക്കെ അവരോട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇമെയിലോട്ട് ഇമെയിൽ ID എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും. അതിനുശേഷം ലിൻറ്റിൻ്റെ ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എല്ലാം ഇവരിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒന്ന് വെച്ചേ എടുക്കാൻ പറ്റൂ കേട്ടോ. കാരണം ഇത് നമുക്ക് എന്താ പറയുക വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റം ആയതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഞാൻ കാണുമ്പോൾ 2 എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറയുന്നുണ്ടായി ഒറ്റൊന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ എടുത്ത എല്ലാ ചോക്ലേറ്റും വൈശാഖ് സാർക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇതോടുകൂടെ നിർവൃതി അടഞ്ഞു. പിന്നെ കുറച്ച് നേരം കൂടെ നമ്മൾ ഇവിടെയൊക്കെ നടന്ന് കണ്ടു. ഇത്രയാണ് നമ്മുടെ ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയുടെ അകത്തുള്ളത് കേട്ടോ. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ. ചോക്ലേറ്റ് തന്നെ വന്നിട്ട് ഓഡിയോ കേടുന്നു. ഇയാളുടെ എക്സൈറ്റ്മെന്റ് വേറെ എന്തിലുമാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇവിടുന്ന് ആദ്യമായിട്ട് ഇവിടെ ചോക്ലേറ്റ് കട്ടുണ്ടോന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ വീട് കട്ടുണ്ടെന്നുള്ള ലോകത്ത് ആദ്യത്തെ പ്രശ്നമായിട്ട് ഇതോട് എന്ത് ചെയ്യാനാ. ഞാൻ ഇത് പോയി എടുത്തിട്ട് വരും. ഇപ്പോ എങ്ങനെ ഉണ്ടായി? ഇനി നമുക്ക് അവിടെ പോയി അർമാദം ഇവിടെ കിട്ടാത്ത എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നത് നോക്കാം. എടാ ഓഡിയോ ഗൈഡ് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ തൂക്കണം. അപ്പൊ തന്റെ ഇവിടെ നോക്ക്, ഇത്ര നേരം വർത്താനം പറഞ്ഞ ആരെ വീട്ടിൽ കൊണ്ടുപോകണം നോക്ക്. എല്ലാ പരിപാടിയും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി ലിൻ ഷോപ്പിലും കൂടെ കയറിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ. കാരണം ഞാൻ അത്ര ഒരു ചോക്ലേറ്റ് പേഴ്സൺ അല്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു അമ്മമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോക്സ് ഇവിടെ നിന്ന് മേടിക്കാം. ഇവിടെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഒന്നും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കയറി കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും. അത്ര അധികം ഫ്ലേവേഴ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇത്രയും കാലം കാണാത്ത കുറേ ഫ്ലേവേഴ്സൊക്കെ ഇവിടെ കണ്ടു കേട്ടോ. എന്തായാലും ഞാനൊരു ബോക്സ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് അമ്മമ്മയ്ക്ക് കൊടുത്തയക്കാനായിരുന്നു. അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്സ്. അതും നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മുടെ അടുത്ത വീട്ടുകാരൊക്കെ ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ മിഠായിയൊക്കെ കൊണ്ട് തരുമല്ലോ. അപ്പോൾ അമ്മമ്മയാണ് എല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തരിക. അപ്പോൾ അമ്മമ്മ ഈ മിഠായികൾ വിളിച്ചിരുന്നത് ഫോറിൻ മിഠായി എന്നാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുന്ന കാര്യമാണ്. ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുമ്പോഴും അമ്മമ്മ തന്നെ പറയാറ് ഫോറിൻ മിഠായി കഴിക്കട്ടെ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ബോക്സ് ഇത് ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടെ ഞാൻ എൻ്റെ അമ്മമ്മയ്ക്ക് കൊടുത്തയക്കുന്നതാണ്. ഇവർ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് എൻ്റെ അഡ്രസ്സിലോട്ട് കൊറിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സ്നേഹ സമ്മാനം അമ്മമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് സുറീക്ക് സിറ്റി കാണാൻ വേണ്ടി പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ള റൈൻ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവാന്ന്. എല്ലാവരും വോട്ട് ചെയ്തത് വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ കാറ് പാർക്ക് ചെയ്തു. നമ്മൾ റൈൻ ഫോൾസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. കാറ് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പണിയായിരുന്നു. നമ്മൾ 3-4 പാർക്കിങ്ങിൽ പോയിട്ടാണ് നമുക്കിവിടെ പാർക്കിംഗ് കിട്ടിയത്. പിന്നെ നല്ല ചൂടുള്ള ദിവസം. എത്രയൊക്കെ ടെമ്പറേച്ചർ 28. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇത് എന്താ പറയുക അത്ര ചൂടല്ല. പക്ഷെ സ്റ്റിൽ ഇവിടെ എന്താണെന്നറിയോ, നമ്മൾ വേർക്കില്ല. ഒരുമാതിരി ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അപ്പോൾ ചൂടിൻ്റെ ഒരു രീതി വ്യത്യാസമുണ്ട്. ഭയങ്കര സഹിക്കാൻ പറ്റില്ല അത്ര. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് എൻ്റെ ജീൻസിൻ്റെ ഒപ്പം മാറ്റി ഒരു ജംപ് സ്യൂട്ട് ആക്കിയായിരുന്നു കേട്ടോ. കാരണം ആ ജീൻസിൽ എനിക്ക് ഉള്ളിൽ ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തൽക്കാലം ഡ്രസ്സൊന്ന് ഞാൻ കാറ് തന്നെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അതിനുശേഷം തൊട്ട് ബാക്കിലാണ് റൈൻ ഫോൾസ്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോൾ റൈൻ ഫോൾസിൽ നമ്മളൊരു ബോട്ടിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ പൈസയുള്ളൂ കേട്ടോ. 8 യൂറോ ആണ് ഒരാൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. ആൾക്കാർ ചെവിയിൽ ഇടിയപ്പൊക്കെ തൂക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഫ്രൈഡ് റൈസും ചോലെ ഭട്ടൂര എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ മെനു അയച്ചായിരുന്നു.
അപ്പോൾ അതെല്ലാം കഴിക്കുന്നത് റെയിൻ ഫോറസ്റ്റിൻ്റെ സൈഡിൽ ഇരുന്നും കൊണ്ടാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് താഴെ, നല്ല തിരക്ക്, എല്ലാരും പുറത്ത് കളിക്കണം. 28 കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊതിയടോ പുറത്തേക്ക് ഓടാൻ. വിഷ്ണു കുറച്ച് എക്സൈറ്റഡ് ആയി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇയാൾ എക്സൈറ്റ്മെന്റ് ശബ്ദമൊക്കെ ഒന്ന് മാറി. ഇതോ നോക്കടാ അടിപൊളി. നമ്മളുണ്ടല്ലോ, നിങ്ങൾ കണ്ടോ ബോട്ട്, അതിന്റെ താഴെ വരെ നമ്മൾ പോകും. നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ഫുഡ് കഴിച്ച് പെട്ടെന്ന് പോകും. 4 മണിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർഫോളാണ് കേട്ടോ റൈൻ വാട്ടർഫോൾസ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ആദ്യം ഈ ഒരു സ്ഥലം ഇത്ര ഭംഗിയുണ്ടെന്ന് അറിയുന്നത് പ്രതുവും ഗീതവും വന്ന ഉടനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഫോട്ടോസ് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇവിടെ ഒന്ന് വരണം ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് എടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. ആ കണ്ട മാംഗോ ലസ്സി ഇല്ലേ, അടിപൊളി മാംഗോ ലസ്സി ആയിരുന്നു. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള എന്താ പറയുക ഏറ്റവും ടേസ്റ്റിലൊരു മാംഗോ ലസ്സി ആയിരുന്നു അത്. അതെല്ലാം കഴിഞ്ഞ് ഞാനും അലിക്കയും കുറച്ച് നേരം ഇവിടെ അഗാധങ്ങളിലോട്ട് നോക്കി നിന്നു. വിഷ്ണുവും വൈശാഖ് സാറും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമുക്ക് കുറച്ച് നേരം ഇവിടെ കളയണമെന്നുണ്ടായിരുന്നു, കാരണം 4 മണിക്കാണ് നമ്മുടെ ബോട്ടിംഗ് സമയം. ഏകദേശം ഒരു 3:45 ആയപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നു. നമ്മൾ 15 മിനിറ്റ് വരുന്ന ബോട്ട് റൈഡാണ് കേട്ടോ എടുത്തത്. 30 മിനിറ്റ് വരുന്നത് കൊണ്ട് അതിന് ചാർജ് വരുന്നത് ഓൾമോസ്റ്റ് 20 യൂറോസിൻ്റെ അടുത്തായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 20 യൂറോ അല്ല, 20 സ്വിസ് ഫ്രാങ്കിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ദേ നമ്മൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോകും. എക്സൈറ്റഡ് ആണോ ഐഷു? എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണോ? നീ എക്സൈറ്റഡ് ആണ്, ഞാൻ എക്സൈറ്റഡ് ആണ്. അത് തന്നെ എക്സൈറ്റ്മെന്റ് അയാളുടെ വില. ഞാനിങ്ങനെ ഉള്ളിൽ കുറച്ച് പേടിയുണ്ട്, എന്നാലും പുറത്ത് കാണിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ചെറിയൊരു ബോട്ടാണ്, അതും നേരെ വാട്ടർഫോളിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല, അവർ കാര്യമായിട്ട് പ്രൊട്ടക്ഷൻസ് ഒന്നും തരുന്നുമില്ല. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ഇനി എങ്ങാനും എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യുന്നത്. കാരണം നീന്തൽ അറിയാത്ത ആൾക്കാർക്ക് എന്നും വെള്ളം ഒരു പേടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്വിമ്മിങ് ആണ്. ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 കൊല്ലമായിട്ടോ. ഇതുവരെ എന്നെ അവർ വിളിച്ചിട്ടില്ല, അറിയില്ല, നോക്കാം. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ തൊട്ടടുത്ത് വരെ പോയി ആ ഒരു വെള്ളമൊക്കെ നമ്മുടെ മുകളിലോട്ട് അടിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് പറ്റില്ല അല്ലേ, നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെയാണ് കൂടുതൽ മനസ്സിലാവുക. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും, എൻ്റെ അമ്മയുടെ സിസ്റ്ററുടെ മോളാണ് ആമി, എൻ്റെ കസിനാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കോയിൻ കളക്ഷൻസ് ഉണ്ട്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിസ്സിൽ പോയി വരുമ്പോൾ ഇവിടുത്തെ കോയിൻ അല്ലെങ്കിൽ നോട്ട് കൊണ്ടുവരുമോ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കുമായിരുന്നു. നമുക്ക് അവസാനം രണ്ടും കിട്ടി കേട്ടോ. അങ്ങനെ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തിരിക്കുകയാണ്. നല്ല അടിപൊളി മെമ്മറീസ് ഒരുപാടുണ്ടായിരുന്നു. നല്ല ഗുഡ് ടൈമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാനും അലിക്കയും ബാംഗ്ലൂർ ചുമ്മാ ക്യാബിനിലിരുന്ന് ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കും അലിക്കയ്ക്കും ഉണ്ട്. അതിന് ശേഷം തിരിച്ചു വന്നു. ഇനി കാര്യമായ പരിപാടിയൊന്നുമില്ല, നമ്മൾ സ്വിസ് വിടുകയാണ്. നമ്മളിനി ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിലാണ് ഇന്ന് രാത്രി സ്റ്റേ. നാളെ നമ്മൾ രാവിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ലഞ്ചാകുമ്പോഴേക്ക് നമ്മള് വീഡിയോ എടുത്തുള്ളൊരു ബഹുമാനം. അപ്പൊ നമ്മള് ഏകദേശം ഒരു ഉച്ചരയാകുമ്പോൾ വീട്ടിലെത്തും. അതോടുകൂടെ നമ്മുടെ ഈ ഒരു റോഡ് ട്രിപ്പ് അവസാനിക്കുകയാണ്. നമുക്കൊരു ചെറിയ പ്ലാനും കൂടി ഉണ്ടായിരുന്നു ഇറ്റലി വരെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ വിഷുവിന് വേണ്ടത്ര ലീവ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറ്റലി പ്ലാൻ ക്യാൻസൽ ചെയ്ത് സ്വിസ്സിൽ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? ബാംഗ്ലൂർ വീട്ടിൽ തിരിച്ചത്? ബാംഗ്ലൂർ വീട്ടിലല്ലോ, എന്റെ സാധനങ്ങളൊക്കെ ബാംഗ്ലൂരിലെ. വിഷു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റോഡ് ട്രിപ്പ്? നമ്മൾ വണ്ടി ഓടിച്ച് ദേ വീണ്ടും ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നത് ജർമ്മനിയിലോട്ടാണ്. നമ്മളങ്ങനെ ഏകദേശം 3 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചാർജ് ചെയ്ത് അതേ ഒരു ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അടുത്തൊരു സബ്വേ ഉണ്ട്, അവിടെ നമ്മൾ ഡിന്നർ കഴിച്ച് നേരെ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ നമ്മുടെ ഹോട്ടലിലോട്ട് പോകുന്നതാണ്. കാർ ഇത് അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ള സബ്വേ. അപ്പോൾ നമുക്ക് സബ്വേ പോയി സബ്വേക്കാം. മനസ്സിലായിട്ടില്ല അവരെങ്ങോട്ടാ പോയത്. വിഷ് 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 സബ്വേ കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? ഞാൻ അല്ലാന്ന് പറഞ്ഞില്ല, താനാണോ?
ഇനി ഇന്നത്തെ എക്സൈറ്റ്മെന്റ് ഇല്ല. എന്റെ എക്സൈറ്റ്മെന്റ് അത്ര പോരായിരുന്നു. ഞാൻ വിചാരിച്ചു അവള് വെള്ളത്തിനടി കൂടി കറങ്ങി വെള്ളത്തിന്റെ അടിയിൽ കൂടി കൊണ്ടുപോകാൻ വെള്ളത്താടത്തിന് ചുറ്റും ഒരു യു ഒക്കെ അടിച്ചു. 8 ഫ്രാങ്കിന് 15 മിനിറ്റ് വെള്ളത്തിന്റെ അടിയിൽ മേലെ നിന്ന് താഴോട്ട് ചാടണം. എന്തൊക്കെ ചെയ്യണം? ഒരു പരിധിയില്ല. നോർമൽ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായത് കാരണം ഓർഡർ ചെയ്തതാണ് നോർമൽ കേട്ടോ. വന്നതും ഒരു 10 മിനിറ്റിൽ ഫുഡെല്ലാം കഴിച്ച് തീർത്തു. ഞാനും വൈശാഖ് സാറും ഷെയർ ചെയ്തു. നമുക്ക് ചിക്കനാണ് ഇഷ്ടം. പിന്നെ അൽക്കിയും വിഷ്ണുവാണ് ഷെയർ ചെയ്തത്. അവരെന്തോ ബീഫ് സാൻഡ്വിച്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നേരെ ഇനി ഫ്രാങ്ക്ഫർട്ട് പോവുകയാണ്. എത്ര 144 കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ഫ്രാങ്ക്ഫർട്ടിലോട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം അല്ല, കൃത്യം 8:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 9:30 അല്ല 10 മണിയൊക്കെയാവും എന്തായാലും ഫ്രാങ്ക്ഫർട്ട് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുളിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ നമ്മൾ നേരത്തെ ആംസ്റ്റർഡാം പോകുന്നു. അതാണ് പ്ലാൻ. എന്തെങ്കിലും വിയോജിപ്പുണ്ടോ അൽക്കൊക്കെ? ഇങ്ങോട്ട് എത്തുന്ന നേരത്തിനുള്ളിൽ എന്തൊക്കെയോ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഡ്രൈവായിരുന്നു. ഇത്രയും നമ്മൾ ഡ്രൈവ് ചെയ്തതിൽ ഈ ഒരു ടൈം ഭയങ്കര എല്ലാവരും ഓർത്തിരിക്കുന്നതായിരിക്കും. കിടിലൻ കുറേ ഗെയിംസൊക്കെ കളിച്ചിട്ട് നമ്മളിതേ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇത് നല്ലൊരു അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. കാരണം 2 പേർക്കും കൂടെ റൂം എടുത്തിട്ട് ഓൾമോസ്റ്റ് 100 യൂറോസിൻ്റെ അടുത്ത് എന്തോ ആയുള്ളൂ. അത് ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി റേറ്റാണ്. പിന്നെ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഒരു ചെറിയ റൂമാണ്. ഇന്ന് കിടന്നുറങ്ങി നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ്. അടുത്ത ദിവസം രാവിലെ എണീറ്റതും എനിക്ക് എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വളരെ വയ്യാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന് രാവിലെ എണീറ്റുടനെ എനിക്ക് പീരിയഡ്സ് ആയി. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കാരണം ഇതൊട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. എനിക്ക് ചെറുതായിട്ട് PCOD ഇഷ്യൂ ഉള്ളത് കാരണം ഞാൻ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പീരിയഡ്സ് ആയിരുന്നു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളി ഒരു ഉറക്കം കഴിഞ്ഞ് ജസ്റ്റ് എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. 10 മണി വരെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം ഒരു 11-11:30 ആവുന്നതോടുകൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ ഡ്രൈവാണ് നമുക്ക് ആംസ്റ്റർഡാമിലോട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ എണീറ്റതും എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. എനിക്ക് പീരിയഡ്സ് ആയതും ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്തൊരു പീരിയഡ്സ് ആയിരുന്നു. ഭയങ്കര വയറുവേദനയും ഭയങ്കര ബ്ലോട്ടിങ്ങും എല്ലാം കൂടെ എനിക്ക് ഭയങ്കര പണി കിട്ടി. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഉറക്കമൊന്നും ശരിയായില്ല. എൻ്റെ കയ്യിൽ പാഡ് ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ പ്രോപ്പർ ഡേറ്റ് അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ഇന്ന് രാവിലെ തന്നെ എണീറ്റ് പോയി പാഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. ഞാൻ ഭയങ്കര ടയർഡായതുപോലെയുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉഷാർ വരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാക്കിയൊന്നും പറയാനില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു ബാക്കിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. നമ്മുടെ ശരിക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ റൈൻ വാട്ടർഫാൾസ് അല്ലെങ്കിൽ സുറീക്കിൽ നിന്ന് നമ്മൾ നേരെ ആംസ്റ്റർഡാമിലോട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മളെല്ലാം ആലോചിച്ചപ്പോൾ തോന്നി എന്തിനാ വെറുതെ രാത്രി ഡ്രൈവ് ചെയ്യുന്നത്, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്തത് കേട്ടോ. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും പല വാക്കുകളും കാറ്റായി വരുന്നുണ്ട് കേട്ടോ. ശബ്ദം അങ്ങോട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. ഒരു 70% ശരിയായി, ബാക്കി ശരിയാവുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായ ഓപ്ഷൻസ്. അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എഗ്ഗ് ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ കണ്ട ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം വയറുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ പീരിയഡ്സ് ആകുമ്പോൾ എനിക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. ഒരു എനർജി വേണ്ട നമുക്ക് ഇന്നത്തെ ദിവസം കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ കാര്യമായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ടുള്ള ലിഫ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇറങ്ങാം. നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് നഗ്ന സത്യം നമുക്ക് മനസ്സിലായത്. നമുക്കൊരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെങ്കിലും ചാർജിങ്ങും എല്ലാം കൂടി ഇനി ഒരു തവണയും കൂടെ ചാർജ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ എന്നാലും എല്ലാം കൂടെ വൈകുന്നേരം ഒരു 5:30-6 മണിയാവും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഞ്ചും കൂടെ പുറത്തുനിന്നാണ്. ശരിക്കും ഉണ്ടല്ലോ, ഇത്ര ദിവസം പുറത്തുനിന്ന് കഴിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കഴിക്കാൻ വേണ്ടി തോന്നുന്നു. തിരിച്ച് റൂമിൽ എത്തിയതും നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. എനിക്ക് കുറച്ചൊന്ന് വോയിസ് ഓവർ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ തീർത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാർ തിരിച്ച് വന്നപ്പോഴേക്ക് ലിഫ്റ്റ് ചെയ്ത് മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ താഴത്തോട്ട് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇന്ന് വലിയ കാര്യമായിട്ട് നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും നിർത്തുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും കൂടെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതെല്ലാം കാറിൽ വെച്ച് നമ്മൾ യാത്ര തുടങ്ങി. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 30-35 കിലോമീറ്ററോളം നല്ല അടിപൊളി ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇഴഞ്ഞിഴഞ്ഞാണ് നമ്മൾ നീങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 4 പേരും കൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ 4 പേരൊന്നുമല്ല, നമ്മളെവിടെ ട്രിപ്പ് ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗെയിംസൊക്കെ കളിക്കും, കുറേ വർത്താനമൊക്കെ പറയും. ഗെയിംസ് എന്ന് പറയുമ്പോൾ ഭയങ്കര അർത്ഥമുള്ള ഗെയിംസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തെങ്കിലുമൊക്കെ ആൻസേഴ്സ് പറയുന്നുള്ള രീതിയിലുള്ള ഗെയിമാണ്. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചാർജ് ചെയ്ത അതേ ഒരു പോയിന്റ് ഇല്ലേ, അവിടെ തന്നെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ചാർജിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കാർക്കും നമ്മൾ കഴിച്ച പിസ്സ കഴിക്കണ്ട, വിഷുവിന് സ്റ്റേക്ക് കഴിക്കാൻ പോകണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ പിന്നെ 20 മിനിറ്റ് ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് വിഷു ട്രിപ്പ് തുടങ്ങിയപ്പോൾ പറയാൻ തുടങ്ങിയത് കേട്ടോ. വിഷുവിന് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേക്ക്. അപ്പോൾ എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി സ്റ്റേക്ക് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മളെല്ലാവരും ഇപ്പോൾ പല പല കോർണറിലായി. കുറേ ദിവസമായില്ലേ വീട്ടിലേക്കൊക്കെ കാര്യമായി വിളിച്ചിട്ട്. അപ്പോൾ ഞാനൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ എന്തെങ്കിലും ഉണ്ടോ അത് മാത്രം ചോദിച്ച് വെക്കുക ചെയ്യാറ്. കാരണം ഭയങ്കര തിരക്കായിരുന്നല്ലോ 4 ദിവസം. അമ്മയും ഭയങ്കര തിരക്കായിരുന്നു. അമ്മ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയിക്കായിരുന്നു മാംഗ്ലൂർ. അപ്പോൾ ആകെ മൊത്തം തിരക്കായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം അമ്മ അടുത്ത് വിളിച്ച് സംസാരിച്ചു. വിഷ്ണു ദേ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നു. അൽക്കിയും വൈശാഖ് സാറും ദേ അവിടെ നിന്ന് എന്തൊക്കെയോ വർത്താനം പറയുന്നു. അപ്പോൾ ഈ ഒരു ചാർജിങ് പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഈ ഫോണിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാം. അത്യാവശ്യം ലേറ്റ് ആയിട്ടോ, 2:30 ആയിട്ടുണ്ട് സമയം. ഇവിടുന്ന് നമുക്കിനി ഒരു 2 മണിക്കൂർ ഡ്രൈവും കൂടിയാണുള്ളത്. ഏകദേശം 6 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. എനിക്ക് വീട്ടിലെത്താനുണ്ടല്ലോ ഇങ്ങനെ വെമ്പൽ കൊണ്ടു തുടങ്ങി. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് മാക്സിമം ഒരു 4 ദിവസമൊക്കെയാണ് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെ ഭയങ്കര ട്രാവൽ അങ്ങനത്തെ ഒരാളല്ല. എനിക്കിങ്ങനെ ഇടയ്ക്ക് വീട്ടിലും കൂടെ ഒക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായി പിന്നെ രണ്ടാമത്തെ ട്രാവൽ ചെയ്തു. അങ്ങനെ എനിക്കിഷ്ടമുള്ളത്. അങ്ങനെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട ഒരു സ്റ്റേക്ക് ഹൗസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേക്ക് ഹൗസ് ആഷ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. വിഷ്ണുവിൻ്റെ സ്റ്റേക്ക് കഴിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേക്ക്. അപ്പോൾ സ്റ്റേക്കല്ല, പുള്ളിക്ക് ബേസിക്കലി ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ എന്ത് ഐറ്റം കിട്ടിക്കഴിഞ്ഞാലും പുള്ളി അടിപൊളിയായിട്ട് കഴിക്കും. വിഷ്ണുവിന് ഫുഡ് കഴിക്കാൻ ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ നമ്മൾ നമ്മുടെ വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ വെക്കേഷൻ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോൺസിൻ്റെ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർലിക് പ്രോൺസ് ആയിരുന്നു. പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റേക്കുമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ലഞ്ച്? വിഷ്ണുവിന് ഇപ്പോഴാണ് ഭയങ്കര സന്തോഷം വന്നത്. സ്റ്റേക്ക് വിഷ്ണുവിൻ്റെ ബിരിയാണി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫുഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വിഷ്ണു തീരെ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ബാക്ക് സീറ്റിൽ കയറി വിഷ്ണു അറിയാതെ അൽക്കിയും വൈശാഖ് സാറും കണക്ക് തന്നെയാണ്, അവർ സമ്മതിക്കില്ല. പക്ഷേ എന്നാലും ഇടയിൽ പല റീസൺസും ഒക്കെ പറഞ്ഞ് ഞാനിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണത്. എന്തായാലും കുറച്ച് നേരത്തെ യാത്രയ്ക്കൊക്കെ ശേഷം നമ്മളിതേ ഒരു അവസാനം കണ്ടിരിക്കുകയാണ്. നമ്മളിതേ നെതർലാൻഡ്സിൽ 1 കിലോമീറ്ററിനകത്ത് നെതർലാൻഡ്സിൽ നമ്മൾ അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നത് പോലെ 9 മിനിറ്റിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ എത്തും. അതിന് മുന്നേ വിലയേറിയ ഒരു ചോദ്യം എനിക്ക് ഇവരോട് ചോദിക്കാനുണ്ട്. ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു മെമ്മറി എന്താണ്? ഉറക്കെ പറയണെന്നല്ലേ കേൾക്കുള്ളൂ. ഗ്രിൻഡൽവാൾഡ് വാക്ക്. എനിക്കും അത് തന്നെയായിരിക്കും. എനിക്ക് ആ വാക്ക് പോയതും പിന്നെ ആ ഷിൽത്തോണിൽ പോയതും മുകളില് ബ്യൂട്ടിഫുൾ വ്യൂ. എനിക്കൊരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. വിഷ്ണുചേട്ടന്റെ കഥകൾ. വിഷ്ണുചേട്ടന്റെ കഥകളുണ്ടല്ലോ, വല്ലാത്തൊരു കഥയാണ്. ഇത് വല്ലാത്തൊരു കഥ, സ്ട്രൈക്ക് അടിക്കണ്ട. പക്ഷെ വിഷ്ണുചേട്ടന്റെ വല്ലാത്തൊരു കഥകളാണ് ഈ 3000 കിലോമീറ്റർ ഓൺ ദ റോഡ് ആനന്ദകരമാക്കിയത്. പക്ഷെ ഞാൻ അതിൽ നന്നായി കഥ പറയില്ല വിഷ്ണു. ഞങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. സബ്സ്ക്രൈബ് ടു വിഷ്ണുസ് വല്ലാത്തൊരു കഥകൾ. വിഷ്ണുസ് ജീവിത ചരിത്രങ്ങൾ. വിജയ് ചേട്ടന്റെ കഥയും അതെന്താ അറിയോ, വിഷ്ണു ഈ മറ്റേ കോളേജ് പഠിക്കുന്ന സമയത്ത് എന്നെ പോലെ പ്രേമിച്ച സമയം കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഫണ്ണി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല കുട്ടാ എന്നൊക്കെ പറയണു, ദൈവത്തിന് അറിയാം. ഇപ്പൊ എന്തായാലും ഇന്ത്യൻ സ്റ്റോറിലേക്ക് എടുക്കും. അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നിങ്ങൾക്കറിയാലോ, നമ്മൾ വീക്ക്ലിയാണ് ഷോപ്പ് ചെയ്യാറ്. കാരണം ഒരുപാട് ഞാൻ ഷോപ്പ് ചെയ്യുമ്പോഴേ എനിക്ക് വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽക്കിയും വൈശാഖ് സാറും വരുന്ന പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 വീക്സ് കാര്യമായ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ഷോപ്പിംഗ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം എന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, എന്നൊക്കെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്, എന്നൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന വലിയ ഐഡിയ ഇല്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. തൽക്കാലം എന്തെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചെത്തിയ ഉടനെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്കും വൈശാഖ് സാർക്കും ഭയങ്കരമായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രേവിങ് വരുന്നു. അപ്പോൾ നമ്മൾ ചോറും, അതെ ടീം ചോറ്. അപ്പോൾ നമ്മൾ ചോറ്, മോരുകറി, പൊട്ടറ്റോ, മെഴുക്ക് വരട്ടി, പച്ചമാങ്ങ ചമ്മന്തിയൊക്കെ ഞാൻ പെട്ടെന്ന് ചടപടയെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഓംലെറ്റ് വൈശാഖ് സാർ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ വിഷ്ണു
യുനോ ജന്മന ചോറ് കഴിക്കില്ല. കേരള അൽക്ക് എന്തുകൊണ്ടാണ് ആ ടീമിൽ പോയി ജോയിൻ ചെയ്തിട്ടുള്ളത്? അവര് എന്തോ അപ്പത്തിന്റെ ബാറ്റർ വാങ്ങി വന്നിട്ടുണ്ട്. അതാണ് അവര് കഴിക്കാൻ വേണ്ടി പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വികാരം മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ അടുപ്പിച്ചൊരു 5 ദിവസം, അതും നമ്മുടേതല്ലാത്ത ഭക്ഷണങ്ങളില്ലേ, അതെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി തോന്നില്ല. അതുകൊണ്ട് എനിക്ക് ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ ഒക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇങ്ങനെ കൊതി വരികയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ചോറ് മോരുകറി എന്നുള്ളൊരു തീരുമാനം എടുത്തത്. സത്യം പറഞ്ഞാൽ അൽക്കയ്ക്ക് ഞങ്ങളുടെ ചോറ് മോരുകറി പ്ലാനിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വിഷ്ണു അൽക്കേനെ നിർബന്ധിച്ച് വിഷ്ണുവിൻ്റെ ടീമിൽ ആഡ് ചെയ്തതാണ്. കാരണം വിഷ്ണുവിന് ഒട്ടും കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോറായിരിക്കും. വിഷ്ണു 2 മാസം കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെയൊക്കെയാണ് വിഷ്ണു ചോറ് കഴിക്കുന്നത്. അത്രയും ചോറ് കഴിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എന്ത് മനുഷ്യനാണ് ഇത് എന്നുള്ളത്. എന്താണത്? കേടായ ചിക്കൻ. This is കടായി ചിക്കൻ. കേടായ ചിക്കൻ. This is കേടായ ചിക്കൻ. ഇത് കടായി ചിക്കൻ. എനിക്ക് വിഷ്ണു ചേർന്നു. നിങ്ങളുടെ ടീം ഇറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങളുടെ ടീം കയറിയിരിക്കുകയാണ്. എൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് നോക്കൂ. നമ്മളൊരു 10-20 മിനിറ്റിൽ റെഡിയാക്കി എടുത്ത ഐറ്റമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോൾ. എനിക്കൊരു എന്താ പറയുക, എന്നെയൊക്കെ തിരിച്ചു കിട്ടിയൊരു ഫീലില്ലേ, അതായിരുന്നു. ചതിയുടെയും വഞ്ചനയുടെയും കഥ. അങ്ങനെ വെള്ളപ്പം ടീം നമ്മൾ ചോറ് ടീമിന്റെ ഒപ്പം ചേർന്നിരിക്കുകയാണ്. ഇല്ല, ഞാൻ ചേരില്ല. ഞാൻ വിഷ്ണു ചേട്ടനാണ് ഇപ്പൊ വിഷ്ണു ചേട്ടനെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പൂണ്ടാക്കി. കേറ്റു അൽക്ക, നല്ല ചോറും മോരുകറിയും കേറ്റു. എന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ നല്ല ടയർഡാണ്. ഒന്നാമത് അത്യാവശ്യം ബ്ലീഡിങ്ങും വയറുവേദനയും പിന്നെ അതിൻ്റെ ഒപ്പം ട്രാവലും എല്ലാം കൂടെ ആയിട്ട് കഷ്ടപ്പാടായിരുന്നു. എന്തായാലും തിരിച്ചു വന്ന് ചോറ് കഴിച്ചപ്പോൾ ജീവിതം കുറച്ച് തിരിച്ചു കിട്ടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളം.